നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പുൽപ്പള്ളി കൊളവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇന്നലെ, അതായത് ശനിയാഴ്ച, രണ്ട് പശുക്കളെ, ഒരു കർഷകൻ്റെ രണ്ട് പശുക്കളെ കടുവ പിടിച്ചിരിക്കുകയാണ്. കൊളവള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം, കർണാടകയോട് ചേർന്ന ഒരു പ്രദേശമാണ്, വനത്തിനോട് ചേർന്ന പ്രദേശം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ രണ്ട് പശുക്കളെയാണ് ഇന്നലെ കടുവ പിടിച്ച് കൊന്നത്. ആദ്യത്തെ ഒരു പശുവിനെ കടുവ പിടിക്കുന്നത് കണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഒച്ചയുണ്ടാക്കി, ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ആ പശുവിനെ വിട്ട് കടുവ നേരെ പോയി അടുത്ത പശുവിനെ പിടിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പശുവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉടമസ്ഥൻ പിന്നെയും ഒച്ചയുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കടുവ ഇട്ടിട്ട് പോവുകയായിരുന്നു. പക്ഷേ രണ്ട് പശുക്കളും ചത്തുപോയി. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ രണ്ട് പശുക്കളും അവിടെ ചത്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഇന്നലത്തെ കാഴ്ചയാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു സംഭവ സ്ഥലത്താണുള്ളത്. നമ്മളിനി ഇന്ന് രാവിലെ, അതായത് ഞായറാഴ്ച രാവിലത്തെ ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പോകുന്നത്. എന്താണ് ആ പശുക്കളുടെ മൃതശരീരത്തിന് സംഭവിച്ചത് എന്നൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലം നേരിട്ട് കാണാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു ലൊക്കേഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ ഒരു കവുങ്ങന്തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇവിടെ മുഴുവൻ കവുങ്ങന്തോട്ടമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ചുറ്റും കാണാം, തിങ്ങി നിറഞ്ഞ് കവുങ്ങ് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇതിലെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭീകരാന്തരീക്ഷം ഫീൽ ചെയ്യും. ഏതായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോൾ തന്നെ വനം വകുപ്പ് ഇവിടെ ക്യാമറയൊക്കെ സ്ഥാപിച്ചത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതായാലും കടുവ ഒരു പ്രാവശ്യം വന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. ചുറ്റും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മറ്റ് കടുവയോ വല്ലതും ഉണ്ടോ, കടുവയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഏതായാലും കാണാം, മുഴുവൻ റബ്ബർ തോട്ടമാണ്. ഇവിടെ ഒരു റബ്ബർ തോട്ടമാണ്. ഇവിടെ ഒരു ചെറിയൊരു ചാലുണ്ട്. ആ ഒരു ചാലിൻ്റെ അവിടെയായിട്ടാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഒരു ചാല്, അതായത് ചെറിയൊരു അരുവി ഒഴുകുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം കർണാടക ഫോറസ്റ്റാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കിടക്കുന്നതാണ് പശു. ഇന്നലെ കടുവ പിടിച്ച പശുവാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ പശു ഇവിടെയാണ് കിടന്നിരുന്നത്. ഈ ഒരു ഭാഗത്തായിരുന്നു കിടന്നിരുന്നത്. ഇന്നലെ രാത്രി ആ ഒരു പശുവിനെ ഈ ഒരു വഴി കൂടെ, ഈ കാണുന്ന ഈ ഒരു വഴി കൂടെയാണ് വലിച്ചു കയറ്റി പോയിരിക്കുന്നത്. ഇവിടുന്ന് നോക്കിയാൽ, നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ അവിടെ കാൽപ്പാടുകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് നോക്കിയാൽ ഇവിടെ കാൽപ്പാടും നടന്നു കയറിപ്പോയ പാടുകളൊക്കെ കാണാം. പക്ഷേ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് അത് കർണാടക ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല അവിടെ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇത് കാണാനായിട്ടേ പറ്റുള്ളൂ. അതായത് മറ്റേ പശുവിൻ്റെ ഒരു ബോഡി അവിടെ തന്നെ കിടപ്പുണ്ട്. ആദ്യത്തെ പശുവിനെ പിടിച്ച് ഇതിൻ്റെ ഉടമസ്ഥൻ ഒച്ചപ്പാടുണ്ടാക്കിയതുകൊണ്ട് ഇതിനെ വിട്ട് രണ്ടാമത്തെ പശുവിനെ പിടിക്കുകയായിരുന്നു. രണ്ടാമത്തെ പശുവിനെ ഇതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉടമസ്ഥൻ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനെയും വിട്ട് കടുവ കയറി പോവുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ നടന്ന സംഭവം. ഇവിടെയൊക്കെ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ക്യാമറയിലൊക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നമ്മളിവിടെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഭാഗത്ത് നിൽക്കുമ്പോഴും സൂക്ഷിക്കണം. കാരണം ഇവിടെ നമുക്ക് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഇതിൻ്റെ ഒരു ടൈം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ അകത്ത് കറണ്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ 1-2 പ്രാവശ്യം ഇതിൻ്റെ അകത്ത് നിന്ന് ഷോക്ക് അടിച്ചു.
അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആടിൻ്റേതിന് സമാനമായ അസ്ഥി കഷ്ണങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ കടുവ ഇതിന് മുന്നേയും ഇവിടെ വന്ന് ഇതുപോലെ ആടിനെയൊക്കെ പിടിച്ച് ഭക്ഷിച്ചിട്ട് പോയതായിരിക്കാം. ഏതായാലും ഇവിടെയൊക്കെ നമുക്ക് കാണാം എല്ലും കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം. ഈ പ്രദേശത്തു നിന്നൊക്കെ ആടുകളെയൊക്കെ ഇതിന് മുന്നേയും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇത്തരം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ആടിൻ്റേതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട്. ഈ പ്രദേശം ഉൾപ്പെടെ വയനാടിൻ്റെ വിവിധ മേഖലകളിൽ കുറച്ച് വർഷമായിട്ട് കടുവ ആക്രമണം വളരെ ഭീകരമാണ്. 7 മനുഷ്യരെ വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടുവ പിടിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഈ വളർത്തു മൃഗങ്ങളെ കടുവ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചെറിയ ജില്ലയായ വയനാടിന് ചുറ്റും 5 കടുവ പ്രൊജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1972 കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 73 ബന്ദിപ്പൂർ ടൈഗർ പ്രോജക്റ്റ് ആദ്യമായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും പ്രഖ്യാപിച്ചത് വയനാടിനോട് ചേർന്നാണ്. അതിനുശേഷം വിവിധ സമയങ്ങളിലായി നാഗർഹോള, സത്യമംഗലം, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള സത്യമംഗലം, അതുപോലെ തന്നെ ആനമല, മുതുമല, ഈ ചെറിയ ജില്ലയ്ക്ക് ചുറ്റും 5 ടൈഗർ പ്രോജക്റ്റ് ഉണ്ട്. ഈ ടൈഗർ പ്രോജക്റ്റിനെ കേന്ദ്ര ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പ്രോജക്റ്റിനോട് ചേർന്നുള്ള വയനാട് ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ടെന്നും അതിനകത്തൊരു 7 ലക്ഷം മനുഷ്യർ താമസിക്കുന്നുണ്ടെന്നും അതിനകത്തൊരു 1.5 ലക്ഷത്തോളം ആദിവാസി സഹോദരങ്ങളുണ്ടെന്നൊന്നും അത് പ്രധാനമായിട്ടും കാർഷിക മേഖലയാണെന്നൊന്നും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് കാതലായ മാറ്റമുണ്ടാക്കുകയും അതോടൊപ്പം കഴിഞ്ഞ 52 വർഷക്കാലം കൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കടുവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് പെരുകിയ കടുവയെ ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ പിടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പരിഗണനയിൽ ഇതുവരെ ഉണ്ടാവുന്നില്ല. ഞങ്ങളൊക്കെ നിരവധി കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വയനാട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യരാണ്, അത് പരിഗണിക്കണം എന്നുള്ള നിലയിൽ പറയുന്നു. നിർഭാഗ്യവശാൽ ഇവിടെ നിന്നൊക്കെ ജയിച്ചു പോകുന്ന MP-മാർ, പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കടുത്ത വിമർശനമാണ് വയനാട്ടിലെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൽ ഇടപെടുന്നതിന് തയ്യാറാവും. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചു, അവിടെ ഒരു ക്യാമറ വെച്ചു, അത് ഏതാണെന്ന് മനസ്സിലായി, കൂട് സ്ഥാപിച്ചു, ആ കടുവേനെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇതിന് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാവില്ല. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ തീരുമാനം ഉണ്ടാവണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ. ആ ലെവലിൽ ഇടപെടൽ നടന്ന് ഇവിടെ എണ്ണത്തിൽ പെരുകിയ കടുവയെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതിൻ്റെ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത്. ഇതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇത് ദേശീയ മൃഗമാണ്. 52 കൊല്ലം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യത്തെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അത് ഭേദഗതി ചെയ്യുകയും എണ്ണത്തിൽ പെരുകിയ കടുവയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാനുള്ളത്. ചേട്ടനായിരുന്നല്ലേ പശു? അതെ, നമ്മുടെ ആയിരുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോസഫ്. ഇത് എപ്പോഴാണ് ഇന്നലെ സംഭവം? ഇന്നലെ 12:45 സംഭവം. 12:45 കണ്ടോ ചേട്ടൻ? ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ ഇങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ റബ്ബറിൽ നമ്മൾ കെട്ടിയിരിക്കുമായിരുന്നു. അവിടെ നിന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി അഴിച്ച് പുഴയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഒരു ഗ്രാവും കൊണ്ടായിരുന്നു. അതിനെ അഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് കടുവ വരുന്നു, മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു, ചാടുന്നു, പിടിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല, ഭയങ്കര ഒച്ചയും വെള്ളം ഉണ്ടാക്കി കഴിയുമ്പോൾ അടുത്ത് മറ്റേ ഗ്രാവ് നിൽക്കുമായിരുന്നു, ചാടി അതിനെയും പിടിച്ചു. 2 ഫ്ലോട്ടിൽ തന്നെ ചാവും ചത്തു. ആദ്യത്തെ പിടിച്ചാലും ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഒച്ച ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ചാടി പിടിച്ചല്ലേ? ഇന്നലെ അപ്പൊ രാത്രി വന്നിട്ട് രാത്രി വന്ന് ആദ്യം പിടിച്ചതിനെ എടുത്തുകൊണ്ട് പോയി. ഒരു പക്ഷെ ഒച്ച ഉണ്ടാക്കാതിരുന്ന വർണ്ണത്തിനെ കൊണ്ടുപോകാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതിപ്പോ എന്താ അവര് ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ? ക്യാമറ വെച്ചിട്ടുണ്ട്.
അപ്പൊ എന്താ പറഞ്ഞേ, അവരെന്താ പറഞ്ഞേ? അവർ പറഞ്ഞത് ഇപ്പം ഇവിടെ ലക്ഷ്മി ഡോക്ടറാണല്ലോ പാടിച്ചിട്ടുള്ളത്. ആ. അപ്പോൾ പുള്ളിക്കാരത്തി വിടില്ല, പുള്ളിക്കാരത്തി നാട്ടിൽ പോയിരിക്കുക. ആ. അപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റുകാരും ഇവിടുന്ന് കടലാസ് റെഡിയാക്കി അത് ലക്ഷ്മിക്ക് കൊടുത്ത് ലക്ഷ്മി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെയ്യാന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ആണല്ലേ. ഇന്നലെ അപ്പൊ കടുവ എടുത്തോണ്ട് പോകുന്ന അവർക്ക് അറിയാമായിരുന്നല്ലേ? എടുത്തുകൊണ്ട് പോകുന്ന ഫോറസ്റ്റുകാരുടെ ഉറപ്പിന്റെ പേരിലാണ് ഇതിനെ മറവ് ചെയ്യാതെ കുഴിച്ചിട്ടാതെ അവിടെ തന്നെ ഇട്ടത്. അത് ക്യാമറ ഫിറ്റ് ചെയ്ത് അവർക്ക് കാണാൻ വേണ്ടി. അത് കൃത്യമായിട്ട് അവിടെ വരികയും ചെയ്തു, അതിന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. നിങ്ങൾക്ക് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തരാമെന്നാണ് ഫോറസ്റ്റുകാരും ഡോക്ടറും വിളിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ ഫോറസ്റ്റുകാരുടെ കടലാസ് തരുന്നതനുസരിച്ച് നമുക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ കേരളത്തിനോ കച്ചറയ്ക്കോ ഒന്നും പോയില്ല, ഒച്ചപ്പാടുണ്ടാക്കാനോ കേരളത്തിനൊന്നും പോയില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉള്ളത്. ഇതിന് മുമ്പ് ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ വീടിന്റെ പുറകുവശത്തൂടെ അന്ന് ഇവിടെ കടുവ ഇറങ്ങിപ്പോയതും ഇവിടെ വെച്ച് കൂട് വെച്ച് അതിനെ പിടിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ വെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു 30 ദിവസം മുമ്പ് ഇവിടുന്ന് വയലിൽ മേയ്ക്കാൻ പറ്റുന്ന ഒരു ആടിനെ കടുവ എടുത്തുകൊണ്ട് പോയി. 30 ദിവസം മുന്നേ? 30 ദിവസം മുമ്പ്. ആടിന്റെ അസ്ഥി കൂടെ അവിടെ ആ പറമ്പിൽ കിടപ്പുണ്ടല്ലോ. അതിനെ എടുത്തുകൊണ്ട് പോയി. അത് നമ്മൾ പറമ്പിൽ കിടപ്പുണ്ട് ഒരെണ്ണത്തിന്റെ. അല്ല, അതാ പറഞ്ഞേ, അത് ആടിന്റെ ആടിന്റെ തന്നെയാണ്. അപ്പൊ അതാ കടുവ തന്നെയാണ്. കടുവ തന്നെയാണ്. കടുവ എന്നുള്ളത് സ്ഥിരമായിട്ട് ഉറപ്പ് തന്നെയാണ്. ഞാൻ നേരിട്ട് കടുവനെ കണ്ടതാണ്. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്? ഇതിന് മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ല. കുടുംബം നമ്മുടെ വയലെല്ലാം കണ്ടിട്ടുണ്ട് കടുവനെ. ആണല്ലേ. പുഴയിൽ വെള്ളം എടുക്കാൻ, തുണി എടുക്കാനൊക്കെ അലക്കാനൊക്കെ പോയപ്പോൾ ആ തൊട്ടിൽ അലക്കാൻ പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കടുവ ശക്തിയായി പിന്നെ നമ്മൾ 5-6 മാസമായി പിന്നെ അങ്ങോട്ട് പോകില്ല. ആണല്ലേ. ഇപ്പൊ നന്നായി കുടിക്കാൻ വെള്ളം ഇല്ലാത്തതുകൊണ്ട് മാത്രം പുഴയിൽ ഇപ്പൊ പെയ്തു വന്ന വെള്ളം കുറച്ചുണ്ട്, അത് കുടിക്കാൻ വേണ്ടി ഇറക്കി വിട്ടതാണ്. വെള്ളം ഇല്ലാത്തതിന്റെ വെള്ളം ഇല്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇറക്കി വിടുന്നതല്ല. വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട് വണ്ടി വെള്ളം വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 500 ലിറ്റർ വെള്ളം വേണമെങ്കിൽ 350-400 രൂപ കൊടുക്കണം. ഇപ്പൊ ടാങ്കറിൽ അടിക്കാൻ തുടങ്ങി. ടാങ്കറിൽ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ 2-3 പ്രാവശ്യം കൊണ്ടുവന്ന് കുറേശ്ശെ. എന്നാലും എല്ലാവർക്കും ഇവിടെ അമ്പേക്കർ കോളനി ആയതുകൊണ്ട് എല്ലാവർക്കും എത്തുന്നില്ല. എത്താത്തതിന്റെ പേരിൽ കുറേശ്ശെ തരുന്നത്. ചേട്ടന്റെ പശുവിനെ വല്ല ഇതിന് മുന്നേ പിടിച്ചിട്ടുണ്ടോ? ഇതിന് മുമ്പ് നമ്മളെ കണ്ണൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 40-45 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴെങ്ങനെയാ സംഭവം? ഇപ്പൊ കടുവ ഇപ്പൊ ഒരു വർഷത്തോളമായിട്ട് കടുവയുടെ ദൂഷവും ഭയങ്കരമായിട്ട് പെരുകിയിട്ടുണ്ടല്ലേ. ചേട്ടനെ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള? ഈ സംഭവം എന്താ അധികാരികളോടൊക്കെ എന്താ പറയാ? അധികാരികളോട് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, നമ്മൾ പാവപ്പെട്ട കർഷകനാണ്, കൃഷിക്കാരനാണ്. അപ്പം അവര് ഇങ്ങനെ സംഭവം നടന്നപ്പോൾ അവരെന്താന്ന് സംഭവിച്ചാലും സംഭവിച്ചു. അവരെന്താന്ന് എനിക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം അവർ തരിക എന്നല്ലാതെ ഞാനിപ്പോൾ അവരോട് വളത്തിനോ വെള്ളത്തിനോ പോയിട്ട് കാര്യമില്ലല്ലോ. ചേട്ടൻ എത്ര പശു ഉണ്ടായിരുന്നു? എനിക്ക് 3 പശുക്കൾ വേറെ ഉണ്ട്. ആണല്ലേ. ഇത് എത്ര പ്രായമുള്ള പശു? 1.5 വയസ്സ് കഴിഞ്ഞ രണ്ടും. ഒരു 50 കിലോത്തിനടുത്ത് തൂക്കമുള്ളത് രണ്ടും. 2 മാസം കഴിഞ്ഞ് നമുക്ക് മൂരിക്കൂടെ വിടാൻ അല്ലെങ്കിൽ കുത്തിവെപ്പിക്കാവുന്ന ഒരു അവസ്ഥയായതായിരുന്നു. ആണല്ലേ. ഒരു പ്രായവ്യത്യാസം. നമ്മൾ ഏതായാലും ആ പശുവിനെ പിടിച്ച ആ സ്ഥലത്തെ കാഴ്ചകളും കണ്ടു. നമ്മൾ അതിൻ്റെ ഉടമസ്ഥനോട് നമ്മൾ സംസാരിച്ചു. നമ്മളിപ്പോൾ വയനാട്ടിലിപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതായാലും ഭയങ്കര കഷ്ടകരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു 2 പശുവിനെ കൊണ്ടൊക്കെയാണ് മിക്കവാറും കർഷകരും ജീവിക്കുന്നത്. അവരുടെ ജീവിതമാർഗ്ഗം പശുവായിരിക്കും. അപ്പോൾ ആ ഉള്ളതിനെ ഇങ്ങനെ കടുവ കൊണ്ടുപോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അധികാരികൾ ഒന്ന് കണക്കിലെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യർക്കും ഒത്തിരി ജീവഹാനി അടക്കം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കടുവയുടെ പ്രശ്നം ഇപ്പോൾ വയനാട്ടിൽ വളരെ രൂക്ഷമായിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് അധികാരികൾ നടപടിയെടുക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.